നമ്മളെ ശരീരത്തിൽ 2 കിഡ്നിയാണ് ഉള്ളത്. നട്ടലിന്റെ ഇരുഭാഗത്തായിട്ടാണ്, ഇവിടെ മുകളിലായിട്ട്. അതിങ്ങനെ കാണിച്ചു തരാൻ കാരണം എന്താ വെച്ചാൽ എല്ലാവരും പറയും ഇവിടെ വേനുണ്ട് സർ, കിഡ്നി സ്റ്റോൺ ആണെന്ന് പറയും. പക്ഷെ കിഡ്നി കിടക്കുന്നത് ഇവിടെ മുകളിലാണ്, 2 ബാക്ക് സൈഡില്. വൃക്കകളുടെ ആക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും നമ്മളെ ബോഡിയിലുള്ള വേസ്റ്റ് പോകാൻ വേണ്ടിയിട്ടാണ്, വാട്ടർ പോകാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അത് കൂടാണ്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് 4 കാര്യങ്ങളും കൂടി കിഡ്നി ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യുന്ന ഒരു തരത്തിലുള്ള റെനിനും ഇങ്ങനെ ഹോർമോൺസ് വരുന്നത് കിഡ്നിയിൽ നിന്നാണ്. ബ്ലഡിൻ്റെ ഉൽപ്പാദനം നമ്മളെ ബോൺ മാരോ എന്നാണ്. ആ ബോൺ മാരോ എന്ന ഉൽപ്പാദനം നടക്കണമെങ്കിൽ കിഡ്നിയിൽ നിന്ന് വന്ന ഹോർമോൺ എറിത്രോപോയിറ്റിൻ വന്നാലേ ഈ ബോൺ മാരോ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ കിഡ്നിയിൽ അസുഖം ഉണ്ടെങ്കിൽ ബ്ലഡ് കിഡ്നി തന്നെയാണ് പുറത്തേക്ക് വിടുന്നത്. അതുപോലെ തന്നെ വിറ്റാമിൻ ഡി നമുക്ക് കിഡ്നിയിൽ നിന്നാണ് ഫൈനൽ സ്റ്റേജിലേക്ക് മാറുന്നത്. അപ്പോൾ എല്ലിൻ്റെ ശക്തി വേണമെങ്കിലും നമുക്ക് വൃക്കകൾ വേണം. പറഞ്ഞു പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഇങ്ങനെ ഒരു ഓർഗൻ എന്താണ് ഇത്ര ഇമ്പോർട്ടൻസ്? കാരണം ഒരു ഹാർട്ട് അറ്റാക്ക് വന്നാൽ നമുക്ക് നെഞ്ചിൽ കൈ പിടിക്കും, കാരണം ചെസ്റ്റ് പെയിൻ ഉണ്ടാവും. സ്ട്രോക്ക് വന്നാൽ ഒരു കൈ ഇങ്ങനെയാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തിൽ പാരലിസിസ് ഉണ്ടാവും. പക്ഷെ കിഡ്നീൻ്റെ അസുഖം മിക്ക സമയത്തും നമ്മൾ അറിയാറില്ല, കാരണം രോഗലക്ഷണങ്ങൾ വരുന്നത് സ്ലോ ആണ്. അപ്പോൾ സാർ ഞാൻ ഇത് എങ്ങനെ കണ്ടുപിടിക്കും? എന്താണ് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ? രോഗലക്ഷണങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് ചെറുതായിട്ട് കാലുമ നീര് വരിക, മുഖത്ത് നീര് മാറ്റം. ഇപ്പോൾ ഷുഗർ ഉള്ള പേഷ്യൻ്റാണ്, ബ്ലഡ് പ്രഷർ ഉള്ള പേഷ്യൻ്റാണ്, മൂത്രത്തിൽ പത കാണുകയാണെങ്കിൽ, പത എന്ന് പറഞ്ഞാൽ നമ്മൾ യൂറിൻ ക്ലോസറ്റിൽ പാസ് ചെയ്ത് ഒരു പതുപ്പായിട്ട് കിടക്കും, ബബിൾ പോലെ. ഫ്ലഷ് ചെയ്താലും പോവില്ല. അതിൻ്റെ അർത്ഥം നമുക്ക് എവിടെയോ വൃക്കന്ന് പ്രോട്ടീൻ ലീക്കേജ് തുടങ്ങിയിട്ടുണ്ട്. അതാണ് പ്രമേഹത്തിൽ കിഡ്നി അസുഖത്തിൻ്റെ ആദ്യത്തെ ലക്ഷണം. അന്ന് നമ്മൾ ബ്ലഡ് ടെസ്റ്റ്, കിഡ്നീൻ്റെ അസുഖം കണ്ടുപിടിക്കുന്നത് ക്രിയാറ്റിനിൻ ആണ്, നല്ല ബ്ലഡ് ടെസ്റ്റിലാണ്. അത് ചെക്ക് ചെയ്യുമ്പോൾ നോർമലാണ്. അപ്പോൾ ഡോക്ടർ പറയും കിഡ്നി നോർമലാണ്, ക്രിയാറ്റിനിൻ നോർമലാണ്. പക്ഷേങ്കിലും മൂത്രത്തിൽ പോണ ആ പത കാണുമ്പോൾ നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാലഘട്ടം മാറി, അന്ന് അങ്ങനത്തെ മരുന്നുണ്ടായിരുന്നില്ല. അപ്പം നമ്മളെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദേഴ്സിൻ്റെ ലൈഫ് ലോങ് അല്ല. പക്ഷെ ഇപ്പോൾ ഒരു ഷുഗർ പേഷ്യൻ്റ് ആയാലും സമാധാനമായിട്ട് 40-50 വർഷം സുഖമായിട്ട് ജീവിക്കാം. കാരണം ഈ മൂത്രത്തിന് ഉള്ളിൽ കൂടെ പോണ പതയാണ് പതുക്കെ വൃക്കത്തിന് ക്ഷീണത്തിന് കൊണ്ടുപോകുന്നത്. ആ ക്ഷീണം വരാണ്ടിരിക്കാൻ നമുക്കിപ്പോൾ മെഡിസിൻസ് ഉണ്ട്. പക്ഷെ സമയത്ത് കണ്ടുപിടിക്കുന്നതാണ് ഇമ്പോർട്ടൻറ്റ്. വേറെ രോഗലക്ഷണങ്ങൾ എന്താണ്? മൂത്രത്തിൻ്റെ കളർ മാറുക. നമുക്ക് വെളുത്ത കളറിലാണ് യൂറിൻ പോകണമെങ്കിൽ ഇൻഫെക്ഷൻ്റെ സാധ്യതയുണ്ട്. ചുവന്ന കളറിൽ പോവുകയാണെങ്കിൽ നമുക്കറിയാം എവിടെയെങ്കിലും സ്റ്റോണിൻ്റെ പ്രോബ്ലം ഉണ്ട്, ഇൻഫെക്ഷൻ്റെ പ്രോബ്ലം ഉണ്ട്. അതുപോലെ തന്നെ നമ്മളെ യൂറിനിൽ എന്തെങ്കിലും സെഡിമെൻറ്റ്സോ കല്ല് കഷ്ണങ്ങളോ പൊടികൾ പോയാൽ നമുക്കറിയാം എവിടെയോ സ്റ്റോൺ ഉണ്ട്, അതിൻ്റെ ഒരു ഭാഗമാണ് ഇറങ്ങിപ്പോയത്. സ്റ്റോണിൻ്റെ പെയിൻ എങ്ങനെയാണ് വരിക? മുകളിൽ നിന്ന് കിഡ്നീൻ്റെ എവിടെ നിന്ന് തുടങ്ങി സെൻറ്ററുകൾ മുമ്പിൽ കൂടിയാണ് വരിക. സോ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്കാണ് വരിക. അപ്പോൾ എപ്പോഴും ഓർക്കണം, ഇവിടെ വേദന വന്നു, രാത്രി സമയം ഛർദ്ദിക്കാൻ തോന്നുന്നു, വേദന അസഹനീയം, കാഷ്വാലിറ്റി പോകാൻ ഒരു ഇഞ്ചക്ഷൻ എടുക്കുക, മെഡിസിൻ എടുക്കുക, സോണോഗ്രാഫി ചെയ്ത് നോക്കിയാൽ വൃക്കത്തിലെ കല്ല് കണ്ടുപിടിക്കാൻ പറ്റും.